ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ കാത്തിരിപ്പിന് ശേഷം തീറ്റോട്ട് തന്നെ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയ ട്രെയിലറിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മമ്മൂട്ടി, വിനായകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ കെ ജോസ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ട്രെയിലറിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മമ്മൂട്ടി മാജിക് ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ കാണാൻ സാധിക്കുന്നതാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രെയിലറിൽ കയ്യടി അർഹിക്കുന്ന മറ്റൊരു കഥാപാത്രമായിട്ട് വിനായകനും മാറുന്നുണ്ട്. എന്തൊക്കെയാണ് ഇരുവരും ഒന്നിച്ചൊരു കോംബോ ആയിട്ട് സ്ക്രീനിലോട്ടെത്തുമ്പോൾ എത്രത്തോളം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പ്രമേഹം എന്ന് പറയുന്ന സിനിമ കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് മികച്ച നടനായിട്ട് പറയാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയുള്ള ആ ഒരു മികച്ച നടനെന്നും മികച്ച ഒരു സിനിമ തന്നെ കളങ്കാവനായിട്ട് മാറുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി തന്നെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് റിലീസ് എത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. നവംബർ 27 ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമായിരുന്നു കളങ്കാവൻ ട്രെയിലറിനകത്ത് മമ്മൂട്ടിയെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ട്രെയിലർ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിൽ വലിയ വിജയങ്ങൾ ആവർത്തിക്കുമെന്നാണ് മമ്മൂട്ടി ആരാധകർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം. നവംബർ 27 ഒരു മമ്മൂട്ടി മാജിക്ക് ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ കാണാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക. അടുപ്പിനെ നിങ്ങൾ എത്ര പേരാണ് കളങ്കാവൻ എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.